സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായുള്ള വിവാദത്തിൽ നടൻ ആസിഫ് അലി ദുബായിൽ നിന്നും വേറിട്ടൊരു പിന്തുണയാണ് നൽകിയത്. ഓളപ്പരപ്പിൽ ആസിഫ് അലി എന്ന പേരുള്ള ആഡംബര ബോട്ട് അഭിമാനത്തോടെ ഒഴുകി നടക്കും ദുബായ് മറീനയിലൂടെ. രമേശ് നാരായണൻ വിവാദത്തിൽ ആസിഫ് അലി കാട്ടിയ പക്വതയ്ക്കും സൗമ്യമായ ചിരിക്കുമുള്ള ആദരമാണ് ആസിഫ് അലി എന്ന ആഡംബര ബോട്ട്. ദുബായിലെ വാട്ടർ ടൂറിസം രംഗത്തെ പ്രമുഖയായ D3 കമ്പനിയാണ് ആഡംബര ബോട്ടിന് നടൻ ആസിഫ് അലിയുടെ പേരിട്ടത്. ഈയൊരു വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ ആസിഫ് അലി. ആഡംബര നൗകയ്ക്ക് തൻ്റെ പേര് ഇട്ടു എന്നറിഞ്ഞപ്പോൾ സന്തോഷവും അഭിമാനവും തോന്നി എന്നാണ് നടൻ ആസിഫ് അലി പ്രതികരിച്ചത്. താൻ വാർത്തകളിലൂടെയാണ് ഈ കാര്യം അറിഞ്ഞതെന്നും പേരിട്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് ഓവറായി പോയില്ലേ എന്ന് തോന്നിയെന്നും ആസിഫ് അലി പ്രതികരിച്ചു. പുതിയ ചലച്ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിലായിരുന്നു നടന്റെ പ്രതികരണം. ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനിയായ D3 ആണ് നൗകയ്ക്ക് പേര് നൽകിയത്. ആസിഫ് അലിയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാനും അറിഞ്ഞു, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഒത്തിരി അഭിമാനം തോന്നി. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു, എങ്കിൽ ഇവനെ ഒരു ചില്ലുംകൂട്ടിലാക്കി പുണ്യാളനാക്കി പ്രഖ്യാപിക്കൂ എന്ന്. എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പേരിടാൻ അയാൾക്ക് തോന്നി, അതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. ഞാനും അത് വാർത്തകളിലൂടെയാണ് അറിയുന്നത്. അദ്ദേഹത്തെ ഒരുപാട് പരിചയമുണ്ടെങ്കിലും അങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. കേട്ടപ്പോൾ എനിക്കും തോന്നി കുറച്ച് ഓവറായില്ലേ എന്ന്. ഇതായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദം ആസിഫ് അലി കൈകാര്യം ചെയ്ത രീതിയോടുള്ള ആദരമായിട്ടാണ് ആഡംബര നൗകയ്ക്ക് നടന്റെ പേര് നൽകിയത്. നൗകയ്ക്ക് ആസിഫ് അലി എന്ന് പേര് പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നൗകയുടെ രജിസ്ട്രേഷൻ ലൈസൻസിലും ആസിഫ് അലി എന്ന പേരു തന്നെയാണ് നൽകിയിരിക്കുന്നത്. വഷളാകുമായിരുന്ന വിഷയം പക്വതയോടെ കൈകാര്യം ചെയ്ത ആസിഫ് അലി എല്ലാവർക്കും മാതൃകയാണെന്നും D3 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെഫീഖ് മുഹമ്മദ് അലി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. MD വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിലായിരുന്നു വിവാദമായ സംഭവങ്ങളുടെ അരങ്ങേറുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയായിരുന്നു ക്ഷണിച്ചത്. എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്നും പുരസ്കാരമെടുത്ത് ജയരാജിനെ കൈമാറി. തുടർന്ന് ജയരാജൻ രമേശ് നാരായണനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുകയായിരുന്നു ഉണ്ടായത്. ആഡംബര നൗകയ്ക്ക് തൻ്റെ പേരിട്ടു എന്ന് കേട്ടപ്പോൾ സന്തോഷവും അഭിമാനവും തോന്നിയെന്ന് നടൻ ആസിഫ് അലി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹത്തെ നേരത്തെ മുൻപരിചയം ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല എന്നും ഞാനും ഇത് വാർത്താ സമ്മേളനത്തിലൂടെയാണ് കണ്ടത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇങ്ങനൊരു പേരിട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ കുറച്ച് ഓവറായി പോയില്ലേ എന്ന് എനിക്കും തോന്നിയെന്ന് ഇതിനോടകം പ്രതികരിച്ചുകൊണ്ട് നടൻ ആസിഫ് അലി പറഞ്ഞു.